നമസ്കാരം. റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിലെ നമ്മുടെ കൂടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വന്നിരിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം എവർഗ്രീൻ ഹീറോയിൻ സീമ ചേച്ചിയാണ്. താങ്ക് യു. സോ സീമ ചേച്ചി, ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ഫാമിലിയിലേക്ക് സ്വാഗതം. സോ ചേച്ചി, നമുക്ക് അതായത് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന കൂട്ടത്തില് ഏറ്റവും ആദ്യം ഒരു സിനിമയെക്കുറിച്ച് ചോദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നേക്കാളും കൂടുതൽ പ്രേക്ഷകർ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് ഏത് സിനിമയാണെന്നുള്ളത് ഞാൻ പറയുന്നേക്കാൾ നല്ലത് വിഷ്വൽ കാണാം. അപ്പൊ ചേച്ചിക്ക് ഓർമ്മകൾ എന്തൊക്കെയാ വരുന്നത്, ആ സമയത്തുണ്ടായ അനുഭവങ്ങള് എല്ലാം പറയാം, വെട്ടിത്തുറന്ന് ഉത്തരം പറയാം. അനുബന്ധം എന്ന് പറഞ്ഞ ഈ സിനിമയിലാണ് ചേച്ചിക്ക് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത്, അല്ലെ? അനുബന്ധത്തിലുണ്ട്, ആൾക്കൂട്ടത്തിൽ തന്നെയുണ്ട്, അക്ഷരങ്ങളിലുണ്ട്. അപ്പൊ ഈ അനുബന്ധം സിനിമയ്ക്ക് അവാർഡ് കിട്ടുമെന്ന് അഭിനയിക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, പ്രതീക്ഷിച്ചിട്ടൊന്നും ചെയ്യാറില്ല, ഞാൻ ഒന്നും അഭിനയിക്കാറില്ല. പിന്നെ ഫുൾ പുഷ് എന്റെ ബാക്കിൽ ശശിയേട്ടനാണ്. അഭിനയിക്കുമ്പോഴും തന്നെ അഭിനയിക്കുന്ന ആ ഷോട്ട് വരെ ഞാൻ കളിച്ചോണ്ടിരിക്കും. അപ്പം പുള്ളി പറയും ബി സീരിയസ്, കളിക്കല്ലേ. കുറുമ്പത്തിയായിരുന്നു. അതെ. അപ്പൊ ഷോട്ടിൽ നിൽക്കുമ്പോഴും ഞാൻ ചിരിച്ചാ പുള്ളി ചിരിക്കും കേട്ടോ. എന്നിട്ട് ഓക്കെ സീരിയസ് എന്ന് പറയും. ഞാൻ ശശിയേട്ടൻ എന്തിനാ ചിരിച്ചേപ്പോന്ന് പറയും. പിന്നെ ഒരു എന്താ അറിയോ, ശശിയേട്ടന് അഭിനയിക്കുമ്പം ഗ്ലിസറിൻ ഒന്നും ഇടാൻ പാടില്ല. കണ്ണിന്ന് വെള്ളം വരണം. ഈ അനുബന്ധത്തിൽ തന്നെ ലാസ്റ്റ് സീനിൽ കണ്ടറിയാം, എന്നെ കരയിപ്പിച്ച് വിട്ടിട്ട് പുള്ളി എടുത്ത ഷോട്ട്സ് ആണ് അത്. ക്ലൈമാക്സ് കണ്ടറിയാതെ. ചേച്ചി ഏതെങ്കിലും മനസ്സിൽ വിചാരിക്കുന്ന പടങ്ങൾ ഈ പടം ഓടരുതേ എന്ന് വിചാരിച്ച അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അത് എന്റെ പടം, ഞാൻ അഭിനയിച്ച പടങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. അയ്യോ, അതെന്ത് പറ്റി ചേച്ചി? അത് ഈ അവളുടെ രാവുകൾ അഭിനയിച്ചതിന് ശേഷം എല്ലാവർക്കും അതുപോലെ തന്നെ ഒരു ക്യാരക്ടർ ചെയ്യണം. ഞാൻ പറഞ്ഞു ഇത് ഒരു പടം ചെയ്തില്ലേ, പിന്നെ ഇനി എന്തിനാണ് ഇതാക്കുന്നത്? അപ്പൊ എല്ലാവരും, ഈ എം കൃഷ്ണൻ നായർ സാറാണ് ഡയറക്ടർ, എല്ലാവരും ഒന്ന് കാശ് ഉണ്ടാക്കിക്കോട്ടെ. ഞാൻ ഈശ്വര ഈ പടം ഓടലേ, ദൈവമേ ഈ പടം ഓടരുത് കേട്ടോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പടം ഓടിയില്ല. പിന്നെ ചേച്ചി ഇനി ചെയ്യാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന വല്ല കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നോ? അത് ആ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ച് കിട്ടിയതല്ല ഒന്നും. ദൈവം തന്നിരിക്കുകയാണ്. അപ്പം അതിനെ വെച്ച് സന്തോഷമായിട്ടിരിക്കുകയാണ്. അടിപൊളി. നമുക്ക് എന്തായാലും ഒരു ഗെയിം സെക്ഷൻ ഉണ്ട് ചേച്ചി. അതായത് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ എന്നാണ് അതിൻ്റെ ഒരു പേര്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെ ചോദിക്കും, ചേച്ചി ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ ഉത്തരം വേഗം പറയണം. കുഴപ്പമായിരിക്കോ? ഇല്ല. അടി വാങ്ങിക്കും. ആര്? നീ തന്നെ. ഞാൻ കുഴപ്പമുള്ള ചോദിച്ചു ഞാൻ അടി വാങ്ങിക്കും അല്ലേ? ചേച്ചി, സീമ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു അടി വാങ്ങാന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി. അതിനുള്ള സ്ട്രെങ്ത് ഇല്ല. ഇവിടെയാണോ നിർത്തി കൂമ്പരിട്ടിരിക്കുന്നതാണോ? എന്തായാലും ഞാൻ ആ അടി വാങ്ങാൻ തയ്യാറാണ്. ചേച്ചി, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. റെഡി അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സിംഗേഴ്സ് പാടിയ ഫേവറേറ്റ് സോങ്സ് ചേച്ചിയുടെ ഏതാണെന്ന് കേട്ടോ പറയേണ്ടത്. ജാനകി അമ്മ പാടിയ പാട്ടില് ഫേവറേറ്റ്? അവളുടെ രാവുകൾ, രാഗേന്ദുകിരണങ്ങൾ. ചിത്ര ചേച്ചി അല്ലെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടമുള്ള പാട്ട്? ചിത്ര ചേച്ചിയുടെ എല്ലാ പാട്ടും. സുജാത ചേച്ചി പാടിയ പാട്ടില്? അവളെ കുറച്ചേ കേട്ടിട്ടുള്ളൂ, നല്ല ഇഷ്ടമാണ്. എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഏതെങ്കിലും ഒന്നും പറയാൻ ഇല്ല? ഓക്കെ. ഇനി നമുക്ക് അതായത് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയും, അതിൽ ഏതാണ് ഇഷ്ടം എന്ന് മാത്രം പറഞ്ഞാൽ മതി. വെള്ളിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ ചേച്ചി കൂടുതൽ ഇഷ്ടം? വെള്ളിയാഴ്ച. ടീ ഓർ കോഫി? കാപ്പി? ചായ. ഇനി ലക്ക് ഓർ ടാലന്റ്, ഏതിലാണ് ചേച്ചി വിശ്വസിക്കുന്നത്? ഭാഗ്യം, കഴിവ്? ടാലന്റ് ഉണ്ടെങ്കിലേ ലക്ക് ഉണ്ടാവുള്ളൂ, ലക്ക് ഉണ്ടെങ്കിലേ ടാലന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി ഗുഡ് ലുക്ക് ഓർ മണി, ചേച്ചി എന്താണ് നോക്കുന്ന ഒരാളില്? മണിയാണോ അല്ലെങ്കിൽ അവരുടെ ലുക്കാണോ? എന്താണ്? മനസ്സാണ്. മനസ്സ് പറയല്ലേ ചേച്ചി, മനസ്സ് കേട്ട് ഞാൻ മടുത്തു. സൗന്ദര്യം ഇല്ലെങ്കിൽ പൈസ, ഓക്കെ. സൗന്ദര്യം ഉണ്ടെങ്കിൽ ആള് പോരെ? മതി. അതാണ് എനിക്ക് വേണ്ടത്. ഫസ്റ്റ് ക്രഷ് ആരാന്ന്? ശശിയേട്ടനെ കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു ഉള്ളു തുടിച്ചത് അല്ലേ? നാണം വന്നത് അല്ലേ? ഉള്ളു തുടിക്കുമ്പോ നാണം വരില്ല ചേച്ചി? ഇനി കൂടെ അഭിനയിച്ച കോസ്റ്റാറിൽ നിന്നൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ടോ? സീമ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, സീമ നീ സുന്ദരിയാണ്, എനിക്ക് നിന്നെ വേണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ചിലപ്പോ ശശി സാറിനെ ഒരു പേടി ഉണ്ടാവും അല്ലേ? അതായിരിക്കും. ഇനി ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നാടൻ ഫുഡ്, അതായത് നമ്മളിങ്ങനെ മീനിന്റെ എല്ലാം ഇഷ്ടമാണ്? ഫിഷ് മാത്രം ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കെട്ടിയോന് ഭയങ്കര ഇഷ്ടമാണ് ഒരു വെജിറ്റബിൾ, ആലു, പൊട്ടാറ്റോ,
ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് അതാണ് ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടം. ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം. ചേച്ചിക്ക് അത് ഇഷ്ടാണോ? ഈ ഉരുളക്കിഴങ്ങ് ഇഷ്ടാണോ? ഹലോ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇല്ല ചേച്ചി. ആലു, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് മൂന്നും ഒന്നാണ്. അതെ അല്ലേ? അതെ അതെ. അല്ല അതിപ്പോ ഇപ്പൊ പറയാനുള്ള കാരണം എന്തായിരുന്നു? അല്ല അതുപോലെ 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 ഏത് മീൻ എടുത്താലും ചേച്ചിക്ക് ഇഷ്ടാണെന്നാണോ? അതുപോലെ മനസ്സിലായി മനസ്സിലായി. ആലു പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞ വെജിറ്റബിൾ പോലെ ഏത് മീനും ചേച്ചിക്ക് ഇഷ്ടമാണ്. ശരി, ഓക്കെ, വിട്. പറ, വേറെ എന്താ? ഇനി ആർട്ടിസ്റ്റ് ആയിരുന്നില്ലെങ്കിൽ സീമ എന്ന താരം എന്ത് ജോലി വേറെ ഏത് ജോലി? ഒരു സ്കൂട്ടർ കണ്ട പുറകില് ജോലി, വീട്ടു ജോലി എടുത്തിട്ടിരിക്കും. വീട്ടു ജോലി എടുത്ത് ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാരനെ കിട്ടിയാൽ മതി എന്നാണ് ആഗ്രഹം. അപ്പൊ വളരെ ഗംഭീരമായിട്ട് സീമ ചേച്ചി ഈ ഒരു ഗെയിം സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. റെഡ് കാർപ്പറ്റിലെ നമ്മുടെ ഇന്നത്തെ പെർഫോമർ ആരാണ് വരണെന്ന് നോക്കാം. റെഡി? ഹായ്, ഞാൻ പൂർണ്ണശ്രീ ഹരിദാസ്. ഞാനൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ വന്നാണ് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ വിന്നറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടുന്നത്. ഭ്രമരം എന്ന സിനിമയിൽ അണ്ണാറക്കണ്ണാവ എന്ന് പറയുന്ന പാട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ഫിലിം സോങ്. MBA ചെയ്യുന്നു, ഫസ്റ്റ് ഇയർ. ബാംഗ്ലൂരാണ് കോളേജൊക്കെ. ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയത് 4 വയസ്സിലേ പാട്ട് പഠിക്കാൻ തുടങ്ങി. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കർണാട്ടിക് മ്യൂസിക്കിലും അതല്ലാണ്ടുള്ള ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക്സിലൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആണ് എൻ്റെ ഫാമിലി. ഞങ്ങൾ ഇവിടെ പെരുമ്പാവൂർ മുടക്കുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കുട്ടികളുടെ ടാലന്റ് ഷോ ആയ അമൃത ടിവിയുടെ റെഡ് കാർപ്പറ്റിൽ എനിക്കും ഒരു അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഞാനും വരികയാണ് റെഡ് കാർപ്പറ്റിൽ. നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം പൂർണ്ണശ്രീ. എന്താണ് വിശേഷം? ഞാൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞു വാവയായിട്ട് നമ്മുടെയൊക്കെ മനസ്സ് ഒരുപാട് ഷോസിലൂടെ കീഴടക്കിയ ഒരാളാണ്. അതിനുശേഷം ഇപ്പൊ ഒരു വലിയ കുട്ടിയായിട്ട് നമ്മൾ കാണുന്നു. ഇപ്പൊ നടന്നു വന്നപ്പോഴാണെങ്കിലും ഒരു ഹീറോയിൻ അങ്ങനെയൊക്കെ ഒരു ലൈനിലാണ് നടന്നു വന്നത്. അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണോ? അഭിനയിക്കാൻ അറിയില്ല, പക്ഷെ ഇഷ്ടമാണ്. സത്യം പറഞ്ഞില്ലേ, നന്നായി വരും നീ. അപ്പൊ ചേച്ചി കുഞ്ഞായിരുന്നപ്പോ ആളെ കണ്ടിട്ടില്ലല്ലോ, പക്ഷെ ആളുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? അണ്ണാരക്കണ്ണാവ, അത് കേട്ടിട്ടുണ്ടോ? ആ പാട്ട് നമ്മുടെ സീമ ചേച്ചിക്ക് വേണ്ടിയിട്ട് 1-2 വരി. അണ്ണാരക്കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, അണ്ണാരക്കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, മൂവാണ്ടൻ മാവേൽ വാവ ഒരു പുന്നാരത്തേൻ കനി താത്ത, നങ്ങേലി പശുവിന്റെ പാല് വെള്ളപ്പിഞ്ഞാണത്തിൽ നിനക്കേകാം, ഒരുക്കാം ഞാൻ പൊന്നോണം ചങ്ങാതി, അണ്ണാരക്കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, അണ്ണാരക്കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. അണ്ണാരക്കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, മൂവാണ്ടൻ മാവേൽ വാവ ഒരു അപ്പൊ പൂർണ്ണശ്രീ പറയൂ, പുതിയ വിശേഷങ്ങളെ കുറിച്ച് പറയും. ഏറ്റവും വിശേഷം എന്ന് പറയുന്നത് ഇപ്പൊ 2 മൂവീസിൽ പാടിയിട്ടുണ്ട്. രാഹുൽ ഏട്ടന്റെ മ്യൂസിക്കില്, രാഹുൽ രാജിന്റെ. അപ്പൊ അതാണ് ഇങ്ങനെ. ഒറ്റ മോളാണോ? അല്ല, ചേച്ചിയുണ്ട്. ചേച്ചിയുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ ചേച്ചിയും അനീതിയും കൂടി 2 പേരും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണോ വീട്ടിലെ ഒരു ദിവസം? ചേച്ചി പാടും, പക്ഷെ മടിയാണ് ആൾക്ക് പാടാൻ. അപ്പൊ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ ആരും പറഞ്ഞാലൊന്നും അങ്ങനെ പാടാറില്ല. അമ്മ മ്യൂസിക് ടീച്ചറാണ്, അച്ഛൻ പാട്ട് ആസ്വദിക്കും. അതെ. അപ്പൊ എന്തായാലും നമുക്ക് അവരെ പരിചയപ്പെടാം. നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് നിങ്ങൾക്ക് 2 പേർക്കും
സ്വാഗതം. നമസ്കാരം. താങ്ക് യു. അപ്പൊ അമ്മ ആദ്യം തന്നെ പറയൂ, സീമ ചേച്ചി കണ്ടിട്ട് അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? അയ്യോ, ഇത് സീമ ചേച്ചിയാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഒരു വലിയ ത്രില്ലിലായിരുന്നു. ഞാൻ ആദ്യം വരില്ല എന്ന് പറഞ്ഞിരുന്നത്. സീമ ചേച്ചി അത് കാരണമാണ് പിന്നെ ഞാനും കൂടെ വരാന്ന് ചേച്ചിനെ വെച്ചത്. കാണാൻ വേണ്ടി മാത്രമാണ് താങ്ക് യു സോ വന്നത്. മച്ച്. താങ്ക് യു അമ്മ. ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി അയ്യോ, അഭിനയിച്ച സിനിമകള് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. പണ്ടത്തെ കാലത്ത് ഒരുവിധം എല്ലാ സിനിമകളും ഇപ്പോഴാണ് പിന്നെ സിനിമയ്ക്ക് പോയത്. മിക്കവാറും ഹസ്ബൻഡ് നന്നായി. ഫാനാണ്. ഞങ്ങള് വരണ വഴി കാറിലൊക്കെ ഫുള്ള് അച്ഛനും അമ്മയും ഇങ്ങനെ സീമമ്മയുടെ പഴയ സിനിമകളും കളക്ടറൊക്കെ ആയിട്ട് അഭിനയിക്കാൻ സീമമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊറേ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. 40 കൊല്ലത്തിന് ശേഷം ഈ സോങ് ഇത്രയും ഫേമസ് ആണെന്ന് പറഞ്ഞാല് പാട്ടുകൊണ്ട് മാത്രമല്ല, അതിന്റെ വിഷ്വലും ആൾക്കാര് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കാണുന്നതാണ്. ഭയങ്കര. അപ്പൊ എന്തായാലും ഭയങ്കര സീമ ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഒരുപാട് പാട്ടുകൾ ഇനി പൂർണ്ണശ്രീയുടെ ശബ്ദത്തിൽ നിന്ന് കേൾക്കാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിനേക്കാളും വലിയൊരു സർപ്രൈസ് ഉള്ള ഒരു ഓ, പാട്ട്. അത് പാടാനാണ് ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അസലായിട്ട് പാടി. താങ്ക് യു. നമ്മുടെ ആ കൊച്ചു പൂർണ്ണശ്രീ വീണ്ടും ഉമ്മ കൊടുക്കാൻ പോകണം. വലിയ ഒരാളായിട്ട് വരും. അയ്യോ, താങ്ക് യു. താങ്ക് യു ചേച്ചി, താങ്ക് യു. അല്ലേ, നമ്മുടെ ആ കൊച്ചു പൂർണ്ണശ്രീ ഇതാ ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ഒരുപാട് സിനിമകളിലൊക്കെ പാടി തുടങ്ങി. ഇനി ചേച്ചിയുടെ അനുഗ്രഹം കൊണ്ട് വലിയൊരു പ്ലേബാക്ക് സിംഗറായിട്ട് അല്ലെങ്കിൽ വലിയൊരു ഉയർച്ചകൾ കീഴടക്കാൻ സാധിക്കട്ടെ. ശരിക്കും എനിക്ക് അമൃത ടിവിയോടാണ് ഏറ്റവും നന്ദി പറയാനുള്ളത്. കാരണം ഈ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ സീമമ്മയാണ് ഗസ്റ്റ് എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മേഡം ഇടവം ഒക്കെ നിർത്തുക, എന്തെങ്കിലും ഒന്ന് വിളിക്കുക. അല്ല, എനിക്കിപ്പോ എന്താ വിളിക്കണ്ടേ? മേഡം ഇടവം കർക്കിടകം ഒന്നും എന്റെ പേര് വേണം. ഞാൻ മാഡം എന്ന് വിളിച്ചില്ല. മേഡം എന്നാ വിളിച്ചേ? അയ്യോ ഇല്ല, ഞാൻ സീമ അമ്മാന്നാ പറഞ്ഞേ. അല്ല, മേഡം എന്നാ അല്ല വിളിച്ചേ. മാഡം, ആദ്യം ഇരുന്നപ്പോ മേഡം എന്നാ വിളിച്ചേ. ഇവിടെ ഞാൻ പോട്ടെ. മേഡം ഞാൻ ഒരു പ്രാവശ്യം പോലും മാഡം എന്ന് വിളിച്ചില്ല. അല്ല, അവിടെ ഇരുന്നപ്പോ വിളിച്ചോ ഇല്ലയോ? അത് അമ്മാന്ന് വിളിച്ചത് മാഡം എന്ന് കേട്ടതായിരിക്കും. മേഡം എന്നാ വിളിച്ചേ. കഴിഞ്ഞോ? അപ്പൊ നമുക്ക് സീമ അമ്മ ഒന്ന് ഉറക്കെ ഒന്ന് ഇരുത്തി ഒന്ന് സീമ അമ്മ പറഞ്ഞ വാക്ക് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് ചേച്ചിയുടെ അനുഗ്രഹം ഞാൻ ചേച്ചി എന്നിട്ട് വിളിച്ചത്. അടി വാങ്ങിക്കല്ലേ? അല്ല, ഞാൻ ഇത്ര നേരം അതാ വിളിച്ചത്. അമ്മ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. എനിക്ക് അപ്പൊ എന്തായാലും ആ ഒരു അനുഗ്രഹം പൂർണ്ണശ്രീയുടെ ലൈഫിൽ ഉണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്കൊരു സമ്മാനം ഉണ്ട്, അതും കൂടി വാങ്ങിച്ചോളെ അല്ലേ? വരൂ. ആലംബമില്ലാത്ത നാളിൽ അവൾ പോലും അറിയാത്ത പൂർണ്ണശ്രീക്ക് മാത്രമല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷം തരുന്ന ഒരു നിമിഷമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ സമ്മാനം കൂടി അങ്ങ് ഏറ്റു വാങ്ങാം. ഓക്കെ. കളിയമ്പേതു രാവിൻ നെഞ്ചിൽ കോലം കൊള്ളും രോമാ. ആൻഡ് നമ്മുടെ സ്വയംവര സിൽക്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറും കൂടി ഉണ്ട്. അതും കൂടി ചേച്ചി തന്നെ കൊടുത്തോളൂ. അപ്പൊ മൊത്തത്തിൽ ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയി ചേച്ചി. ഇവിടെ എല്ലാവർക്കും കുറെ ഉമ്മയൊക്കെ കിട്ടി. എനിക്കും ഒരു ഉമ്മ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു ചേച്ചി, താങ്ക് യു. കാരണം ഇവിടെ വന്നിട്ട് പൂർണ്ണശ്രീ മാത്രം ഉമ്മ മേടിച്ചുകൊണ്ട് പോയാൽ ശരിയാവില്ല. എനിക്കും വേണ്ട ഒരു ഉമ്മ. അപ്പൊ എന്തായാലും ഞാനും ഹാപ്പി, പൂർണ്ണശ്രീയും ഹാപ്പിയാണ്. എന്തായാലും now we are saying bye bye. This is Red Carpet.